ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും കഥ ഭയങ്കര ബോറടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും പറയും പോലെ തന്നെ അവസാനം എന്തായിത്തീരും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മളെല്ലാവരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ബാക്കി കൂടെ പറയാം കേട്ടോ. അപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥും മലരൊക്കെ കൂടി കൂടിയാണ് പിന്നീട് പോകുന്നത്. അവർക്ക് രണ്ടുപേർക്കും സിദ്ധാർത്ഥിനോടുള്ള പിണക്കമൊക്കെ മാറിയപ്പോൾ സിദ്ധാർത്ഥിനും കുറച്ച് സമാധാനമായിട്ടുണ്ടായിരുന്നു. അതേസമയം മേഘയാണെങ്കിൽ ആ ഒരു ചെറിയ കുടിലാണ്, അതൊക്കെ അവൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചിരട്ടയിൽ തീയൊക്കെ കത്തിച്ചിട്ട്, അതായത് മൺവിളക്ക് പോലെ കത്തിച്ച് വെക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു പ്രകാശമൊക്കെ വന്നിട്ടുണ്ട്. ചുറ്റിലും നോക്കുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ പോയിട്ട് ഭക്ഷണത്തിനുള്ള പച്ചക്കറിയും അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം. മേഘ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കവറും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മഹേഷ് ആണെങ്കിൽ അവൻ്റെ ആ ഒരു തോക്കിൻ്റെ ഓണറിനെയും കാത്തു നിൽക്കുകയാണ്. ആ ഒരു ഏരിയയിൽ തന്നെ അവിടെ നിൽക്കാനാണ് മഹേഷിനോട് അയാൾ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാൾ വന്നിട്ടുണ്ടായിരുന്നു. മഹേഷ് അയാളെ വേഗം കാറിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ തോക്ക് കാണിച്ചു കൊടുക്കാൻ പറയുന്ന സമയത്ത് അവനെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് എന്തോ ലോക്കായതാണ്, സ്പ്രിങ്ങിൻ്റെ എന്തോ ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ശരിയാക്കിയതിന് ശേഷം അയാൾ മഹേഷിന് അപ്പം തന്നെ അവിടെ വെച്ചിട്ട് വെടിപൊട്ടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വെച്ചപ്പോൾ റിവോൾവറിൽ നിന്നും ഉതിർത്തത് കണ്ടപ്പോൾ മഹേഷിന് വല്ലാത്ത സന്തോഷമായി, കാരണം അത് വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ ഓക്കെ ആയില്ലേ എന്നൊരർത്ഥത്തിൽ അയാൾ മഹേഷിനെ നോക്കുമ്പോൾ മഹേഷും സന്തോഷത്തോടെ തലയാട്ടുവാണ്. ഇനി ഈ തോക്ക് നന്നായിട്ട് ജോലി ചെയ്തോളും. മഹേഷിന് തോക്ക് കൊടുത്തുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഒരു തവണ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അല്ലാതെ ഇനിയും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് വരാൻ സാധിക്കില്ല. ശരി, ഞാൻ നോക്കേട്ടാ. എന്നിട്ട് അയാൾക്ക് മുന്നിൽ വെച്ചിട്ട് തന്നെ മഹേഷ് ഒന്ന് ശ്രമിച്ചു നോക്കുവാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറയുന്നുണ്ട്, താങ്ക് യു ഏട്ടാ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ ഏട്ടനെ വിളിച്ച് ശല്യം ചെയ്യില്ല. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം താങ്ക്സ് പറഞ്ഞാൽ മതി, ഇപ്പം നീ പോയിട്ട് നിൻ്റെ കാര്യം ചെയ്തോ, ഞാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് അയാൾ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. മഹേഷ് ആണെങ്കിൽ വീണ്ടും സിദ്ധാർത്ഥിന് പിന്നാലെ പോവുകയാണ്. അതേസമയം മേഘ പുറത്തേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു സൂപ്പർ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയാണോ നീ ആഗ്രഹിച്ചത് എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലൊരു തമിഴ് പാട്ടാണ് വെച്ചിട്ടുള്ളത്. ആ സമയത്ത് മേഘ അവിടെ വെച്ചിട്ട് സ്റ്റൗ എടുത്ത് കത്തിക്കുകയും അതുപോലെ അവൾ കൊണ്ടുവന്ന അരിയും പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ മേഘയുടെ ഇപ്പോഴത്തെ ദുരിതവും വെച്ചിട്ട് ഒരു പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കാണിക്കുന്നത് മേഘ ജോലി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഓരോ കമ്പനിയാണ്, അതായത് മഹേന്ദ്രൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി, അത് കഴിഞ്ഞ് അത് തട്ടിയെടുത്തിട്ട് അവൾ സ്വന്തമായിട്ടുണ്ടാക്കിയ മേഘയുടെ കമ്പനി. ആ ഒരു ചെറിയ കുടിലിൽ വെച്ച് സ്റ്റൗ അടുപ്പിൻ്റെ മുകളിൽ ചോറ് വെക്കുകയും അതുപോലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേഘയുടെ വളർച്ചയുടെ ഘട്ടങ്ങളും അതിനുശേഷം മേഘയ്ക്ക് ഓരോന്നോരോന്നും നഷ്ടപ്പെട്ടതുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കമ്പനിയിലും MD ആയിട്ടും അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതും കാറുകളിൽ പല സ്ഥലങ്ങളിൽ പോകുന്നതും മേഘയുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് അവളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തിയതായിരുന്നു. അവസാനം ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒരു സാധാരണ വീട്ടിൽ സ്റ്റൗവിൽ കത്തിക്കുന്ന ഒരു സാധാരണ ഒരു ജോലിക്കാരിയെ പോലൊരു അവസ്ഥയിൽ, അതായത് ചന്ദ്രിക എങ്ങനെയാണോ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മേഘ വന്ന് നിൽക്കുന്നത്. ഒരു ചെറിയ കുടിലിൽ അവളുടെ മുത്തശ്ശിയുടെ വീട്ടിൽ അവിടെ സാധാരണക്കാരിയായിട്ടൊരു പെണ്ണായിട്ടാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. പിന്നീട് അവളുടെ അച്ഛനായ ശരവണന് സ്വന്തമായിട്ട് വീട് വാങ്ങിക്കൊടുത്തതും അവിടെ ഉദ്ഘാടനം പോലെ കയറി ചെന്നതും പിന്നീട് അവളുടെ സഹോദരങ്ങളെയും അച്ഛനെയൊക്കെ കൂട്ടി പുറത്ത് കറങ്ങാൻ വേണ്ടി പോയതും അങ്ങനെ മേഘയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലെ പലതും മാറിയും മറിഞ്ഞും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ വീണ്ടും മേഘ ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ചോറ് വെന്തോ നോക്കുന്നതും പച്ചക്കറി അരിഞ്ഞിട്ട് ചട്ടിയിൽ വെക്കുന്നതും അങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ റോമിയോ ജൂലിയറ്റിലുള്ളൊരു സോങ് ഉണ്ടായിരുന്നു, ഇതർക്ക് താനേ അസൈപ്പെട്ട ബാലകുമാരി, അതായത് ഇതിനു വേണ്ടിയിട്ടാണോ ഇവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊരർത്ഥം വരുന്നൊരു പാട്ടാണ്. എല്ലാം അവൾ ആഗ്രഹിച്ചതൊക്കെ വലിയ വലിയ കാര്യങ്ങളും പക്ഷെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുമാണ്. പക്ഷെ അതിനൊക്കെ അവൾ പഴിചാരിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രികയുടെ കുറ്റമായിട്ടാണ്. പക്ഷെ അവൾ തന്നെ സ്വയം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കറിയൊക്കെ ചട്ടിയിലാക്കുകയും അതിനുശേഷം അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ കൈ പൊള്ളിയാൽ അത് കാണാൻ പോലും ആരുമില്ലെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മേഘ വേഗം തന്നെ കൈ തുപ്പൽ വെച്ചിട്ട് മാറ്റിയിട്ട് ഒരു തുണിയെടുത്തിട്ട് ആ കറി ഇറക്കി വെക്കുകയാണ്. മേഘയുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനമായിട്ട് അവൾ അവിടെ എത്തി നിൽക്കുന്നതും
ആ സമയത്ത് ചന്ദ്രികയാണെങ്കിൽ അതുവരെ മേഘ നയിച്ചുകൊണ്ടിരുന്നതും അവൾ പിന്നീട് ജീവിക്കാൻ ആഗ്രഹിച്ചതുമായൊരു ജീവിതത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിദ്ധാർത്ഥിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് മേഘ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ആ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായിട്ടാണ് ഇപ്പോൾ ചന്ദ്രിക അവളുടെ വീട്ടിൽ, അതായത് സിദ്ധാർത്ഥ് ഓടിച്ചുകൊണ്ടിരുന്ന കാറിൽ അവനൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മേഘ ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രികയാണ്. കാരണം കുഞ്ഞുനാളിൽ ചന്ദ്രികയുടെ ജീവിതമായിരുന്നു മേഘ തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് തിരിച്ച് ചന്ദ്രികയ്ക്ക് ആ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുകയും ചന്ദ്രിക എങ്ങനെയാണോ ജീവിച്ച് വളർന്നു വന്നത് ആ ഒരു കാലഘട്ടത്തിലേക്ക് മേഘ എത്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. സിദ്ധുവും ചന്ദ്രികയും മലരും കൂടെ അതേപോലെ തന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും സിദ്ധാർത്ഥ് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രികയും മലരും ഓൾറെഡി ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ. ചന്ദ്രികയും മലരും കുറേ നേരമായിട്ട് നല്ല ഉറക്കത്തിലാണ്. കാർ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ട് തൽക്കാലം ഒരു സിഗരറ്റ് വലിക്കാം, അപ്പോൾ ഉറക്കം പൊയ്ക്കോളും. അവൻ വീണ്ടും വീണ്ടും തിരിഞ്ഞ് ചന്ദ്രികയും മലറിനെ നോക്കുന്നുണ്ട്, അവരുടെ ഉറക്കത്തിന് എന്തെങ്കിലും മുറിവ് സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ഉറക്കത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിർത്തേണ്ട വണ്ടി എന്നാണ് അവൻ തീരുമാനിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് വഴിയിൽ റോഡ് സൈഡിലായിട്ട് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് പിന്നെയും അവരെ നോക്കുന്നുണ്ട്. അവൻ വണ്ടി നിർത്തിയത് കാരണം അവർ ഉറക്കം നഷ്ടപ്പെട്ടോ. അതിനുശേഷം പയ്യെയാണ് ഡോറൊക്കെ തുറക്കുന്നത്. അവരറിയാതെ പുറത്തിറങ്ങുക എന്നുള്ളതാണ് സിദ്ധുവിൻ്റെ ഉദ്ദേശം. സിദ്ധാർത്ഥ് വണ്ടി നിർത്തി സൈഡ് ഒതുക്കിയിട്ട് സിഗരറ്റ് എടുത്ത് വലിക്കുകയാണ്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വണ്ടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അതിനകത്ത് കിടന്ന് ഉറങ്ങുവാണ്. കുറച്ച് നേരം സിഗരറ്റ് വലിച്ചിട്ട് അവനെന്താക്കി അത് കളയാണ്. എന്നിട്ട് കാലുകൊണ്ട് തിരുമ്മിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ചന്ദ്രിക തൊട്ട് പിന്നിലുണ്ടായിരുന്നു. സിദ്ധു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ചന്ദ്രിക അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ അവൻ നന്നായിട്ട് പതറിയിട്ടുണ്ടായിരുന്നു. അവൻ മെല്ലെ വായിലെ സ്മെല്ല് പോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്രയും അടുത്ത് ചന്ദ്രിക നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സാധിക്കുന്നില്ല. ചന്ദ്രികയാണെങ്കിൽ കൈ രണ്ടും കെട്ടിവെച്ച് ഗൗരവത്തോടു കൂടിയാണ് സിദ്ധുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു കാര്യം ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ വഴക്ക് പറയുന്നൊക്കെ ഇതിനു മുൻപും അവൾ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നതാണ്. ചന്ദ്രിക, നീ എപ്പോഴും ഇവിടെ വന്നത്? ഞാനിങ്ങനെ കാഴ്ചയൊക്കെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചന്ദ്രിക അതുവരെ മറുപടി പറഞ്ഞില്ലെങ്കിലും ആ ഒരു കാര്യത്തിന് അവൾ ചോദിക്കുന്നുണ്ട്. ചുമ്മാ കാഴ്ച കാണാൻ വന്നിറങ്ങിയതാണെങ്കിൽ വായിൽ നിന്ന് എങ്ങനെയായിരിക്കും പുക വരുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് ചമ്മി നിന്നപ്പോഴേക്കും ചന്ദ്രിക അവൻ്റെ ചെവിയിൽ പിടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏയ് ചന്ദ്രിക, എനിക്ക് വേദനിക്കുന്നു, പ്ലീസ് 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 പ്ലീസ്. സിദ്ധു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മേലാൽ പുകവലിക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം ചെയ്തു തന്നിട്ട് ഞാൻ അറിയാതെ വലിക്കാമെന്ന് കരുതിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രിക അവൻ്റെ ചെവി പിടിച്ച് തിരുമുന്നത്. മാക്സിമം സിദ്ധുവിന് വേദനിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് ചന്ദ്രിക വിടുന്നതും. അവൻ വേദന കൊണ്ട് പൊളയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ആരും അറിയാതെ ഇവിടെ വന്നിട്ട് കട്ട് വലിക്കാമെന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ ട്രിപ്പിനൊക്കെ വന്നത്? നിങ്ങൾ വാ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അവളോട് മാപ്പ് പറയുന്നുണ്ട്. പ്ലീസ് ചന്ദ്രിക, പ്ലീസ് ഈ ഒരു തവണ എനിക്കൊന്ന് മാപ്പുതാ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ ഉറക്കം വരികയാണ് ചന്ദ്രിക. ഞാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ വണ്ടി എവിടെയും കൊണ്ട് ചെന്ന് അടിക്കണ്ടെന്ന് കരുതിയിട്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയിട്ട് പുകവലിച്ചത്. ഇനി അങ്ങനെ ചെയ്യില്ല. ആഹാ, കൊള്ളാലോ. എപ്പോഴും ഞാനിങ്ങനെ സിഗരറ്റ് വലിച്ച് പിടിക്കുന്ന സമയത്ത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. സിദ്ധു ചമ്മിയ മുഖമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശരി, മലർ എഴുന്നേക്കും, വാ പോവാം. അവനോട് വരാൻ പറഞ്ഞിട്ട് ചന്ദ്രിക കാറിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അപ്പോൾ സിദ്ധു പിന്നീന്ന് വിളിക്കുന്നുണ്ട്. ചന്ദ്രിക, ഒരു നിമിഷം. എന്താ സാർ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ സാർ. നീ കണ്ണുപൂട്ട്, അപ്പോൾ ഞാൻ പറയാം. എന്തിന്? പ്ലീസ് ചന്ദ്രിക, ഒന്ന് കണ്ണുപൂട്ട്, അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ചന്ദ്രിക അവന് വേണ്ടിയിട്ട് കണ്ണടച്ചു കൊടുക്കുവാണ്. അപ്പോൾ സിദ്ധു എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ ഷർട്ടിൻ്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു ബട്ടണാണ് അഴിച്ചു മാറ്റുന്നത്. അത് അഴിച്ചു മാറ്റുന്ന സമയത്ത് അഴിച്ചു മാറ്റിയതിന് ശേഷം ചന്ദ്രികയോട് കണ്ണ് തുറക്കാൻ വേണ്ടി പറയാണ്. കണ്ണ് തുറന്നപ്പോൾ അവിടെ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു ചന്ദ്രികയുടെ പേരും മലറിൻ്റെ പേരുമാണ്. പെട്ടെന്ന് അത് കണ്ടപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സംശയം അതല്ല. ഇതിന് തൊട്ട് മുൻപ് അവർ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് സിദ്ധാർത്ഥ് ഷർട്ട് അഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ആ പേര്. ഇപ്പോൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കെ അവിടെ എങ്ങനെ ആ പേര് വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. സിദ്ധു പച്ച കുത്തിയതാണ് അവരുടെ രണ്ടുപേരുടെയും പേര്. അത് കണ്ടപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയാണ്. സിദ്ധു ആണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് എപ്പോഴാണ് സാർ നിങ്ങൾ ചെയ്തത്? ഇന്നലെ രാത്രി. അതിനുശേഷം ചന്ദ്രികയുടെ കൈയെടുത്തിട്ട് ആ ഒരു പച്ച കുത്തിയ ഭാഗത്തായിട്ട് അവൻ പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞിട്ട് അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ മനസ്സ് മുഴുവൻ നീയും മലരും മാത്രമാണുള്ളത്.
അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത സങ്കടവും അവനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് ചന്ദ്രിക അവനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ റിങ്, ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് തുറന്നിട്ട് ചന്ദ്രികയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഐ ലവ് യു. അവൾ തിരിച്ച് മറുപടി ഒന്നും പറയാനാവാതെ നിറഞ്ഞ് കണ്ണുകളായിട്ട് നിൽക്കുകയാണ്. കാരണം അവൾക്ക് പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ അത് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് പച്ച കുത്തിയതും അതിനുശേഷം ആ ഒരു റിങ് എടുത്തിട്ട് അവളോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചതും. പക്ഷേ സിദ്ധാർത്ഥാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ അത് എടുത്തിട്ട് വേഗം ചന്ദ്രികയുടെ വിരലിട്ട് കൊടുക്കുവാണ്. ചന്ദ്രിക കണ്ണുകൾ നിറച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവർക്ക് പിന്നിലായിട്ടൊരു പ്രണയഗാനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സിദ്ധാർത്ഥ് അവളോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു മോതിരം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം നിന്നോട് എൻ്റെ പ്രണയം പറഞ്ഞ സമയത്ത് ഞാൻ നിനക്ക് സമ്മാനിച്ച മോതിരമാണിത്. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ പ്രണയം സ്വീകരിക്കാതെ ഈ മോതിരം അപ്പോഴൊക്കെ നീ എനിക്ക് തിരിച്ചു തന്നുകൊണ്ടേയിരുന്നു. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം ഈ മോതിരം ഞാൻ നിനക്ക് തന്നെ സമ്മാനിക്കുമെന്നും ഈ മോതിരം നീ വാങ്ങിക്കുമെന്നും എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു കാത്തിരിപ്പായിരുന്നു ഇതുവരെ. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇന്ന് ഈ മോതിരം ഞാൻ നിൻ്റെ കൈകളിൽ അണിഞ്ഞു തന്നു. ഐ ലവ് യു ചന്ദ്രിക. സിദ്ധാർത്ഥിൻ്റെ പ്രണയം കണ്ടപ്പോൾ ചന്ദ്രികയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നുവാണ്. ചന്ദ്രിക അവനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും തിരിച്ച് മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പറയാണ്, ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് തവണ ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും നീ ഐ ലവ് യു എന്ന് തിരിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി എപ്പോഴായിരിക്കും നീ എന്നോട് തിരിച്ച് ഐ ലവ് യു എന്ന് പറയുക? അത് കേട്ടപ്പോൾ ചന്ദ്രിക നാണത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്, വായ കൊണ്ട് പറഞ്ഞാൽ മാത്രമാണോ ഞാൻ സാറിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് മനസ്സിലാവുള്ളൂ? ചന്ദ്രിക, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പം നീ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞേ പറ്റൂ. അത് കേട്ടതും ചന്ദ്രിക ആകെ നാണത്തോടെ പരവേശിയായിക്കൊണ്ട് ചുറ്റിലും നോക്കുവാണ്. മലർ എഴുന്നേറ്റോ, വണ്ടിയിൽ നിന്നും വരുന്നുണ്ടോ എന്നൊക്കെ. എന്നിട്ട് അവൾ നാണത്തോടെ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല. ഏയ് എന്താ ചന്ദ്രിക, ഇത് പറയാൻ കൂടെ നിനക്ക് അറിയില്ലേ? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പോരെ? സിദ്ധു അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത നാണം തോന്നുവാണ്. ഒന്ന് പോ സാർ, എനിക്ക് വല്ലാത്ത നാണാവുന്നു. ചന്ദ്രിക, ഇതിനൊക്കെ നാണക്കെടുക എന്ന് വെച്ചാൽ, നാണത്തോടെ നിൽക്കാന്ന് വെച്ചാൽ എന്താ ചെയ്യുക? നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയും നാണിക്കേണ്ട കാര്യം എന്താ? ആഹാ, കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നാണം പോവുന്നാണോ? പെൺകുട്ടികൾക്ക് നാണം അവരുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതാ. അതുകൊണ്ട് ഞങ്ങളുടെ മരണം വരെ ആ ഒരു നാണം ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ശരി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴെന്തായാലും നീ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വരില്ല. സിദ്ധു വെറുതെ ഒരു കൃത്രിമ വാശി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയും ചുറ്റിലും നോക്കുന്നുണ്ട്. എന്തിനാ സാർ ഇങ്ങനെ വേണ്ടാതെ വാശി പിടിക്കുന്നത്? സോറി, ഞാൻ വരില്ല. അയ്യോ സാർ, ഇങ്ങനെ വെറുതെ വാശി പിടിക്കല്ലേ. മലര് കാറിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവൾ അറിയൂ ഇതൊക്കെ. അതിനെന്താ, അവൾ കാറിൽ കിടന്ന് ഉറങ്ങുമല്ലേ, അതിനൊരു കുഴപ്പമില്ല. നീ എന്നോട് ഐ ലവ് യു എന്ന് പറ, അത്രേ പ്രശ്നമുള്ളൂ. അയ്യോ, എനിക്ക് ആകെ നാണാവുന്നു സാർ. ചന്ദ്രിക, നീ എന്നോട് ഇപ്പോൾ ഐ ലവ് യു പറഞ്ഞിട്ടില്ലെങ്കിൽ ആ റോഡിൽ കൂടെ ഒരു ലോറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, ആ ലോറിക്ക് മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ ഇപ്പം തന്നെ ചാവും, മനസ്സിലായോ? ഓ അങ്ങനെയാണോ? എങ്കിൽ ശരി, സാറ് പോയി നിൽക്ക്, ഞാൻ കാണട്ടെ. ചന്ദ്രിക, ഞാൻ ചുമ്മാ പറയല്ല, സീരിയസ് ആയിട്ട് പറയുവാണ്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തായാലും സാറ് പോയേ പറ്റൂ. ചന്ദ്രിക, ഞാൻ വെറുതെ പറയതല്ല, സീരിയസ് ആയിട്ടാണ്. ആയിക്കോട്ടെ, അതാ വണ്ടി ഇവിടെ എത്താറായി, സാറ് പോ. ശരി, ഓക്കെ. സിദ്ധുവും വേഗം അങ്ങോട്ടേക്ക് പോവുകയാണ്. സിദ്ധു ആ ഒരു ലോറിക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം അങ്ങോട്ടേക്ക് അതിവേഗം നടക്കുകയാണ്. പിന്നാലെ തന്നെ ചന്ദ്രിക പോകുന്നുണ്ട്. സാർ 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 സാർ. പക്ഷെ സിദ്ധു നിൽക്കുന്നേ ഇല്ല. അപ്പോഴേക്കും മലരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവളും വിളിക്കുന്നുണ്ട്, അച്ഛാ അച്ഛാ. അപ്പോൾ ചന്ദ്രിക പറയാണ്, സാർ നോക്ക്, മലരിതാ വന്നു കഴിഞ്ഞു. അപ്പോഴാണ് സിദ്ധാർത്ഥ് നിൽക്കുന്നത്. മലർക്കുട്ടി, അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? ഒന്നുമില്ലടാ, ചുമ്മാ നടക്കാൻ വന്നതാ. ശരി, വാ. സിദ്ധാർത്ഥ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് കാറിനടുത്തേക്ക് പോവാണ്. സാർ സാർ സാർ, ഇതാ ലോറി പോകാൻ പോവാണ്. സാർ എവിടേക്കാ പോകുന്നത്? അയ്യോ ചന്ദ്രിക, ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. അവരെ രണ്ടുപേരെയും കാറിൽ കയറ്റിയിട്ട് സിദ്ധു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സമയത്ത് ചന്ദ്രിക ചിരിക്കുകയാണ്. എന്താ ചന്ദ്രിക ചിരിക്കുന്നത്? മലര് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത്. അതെനിക്ക് മനസ്സിലായി. എന്തായാലും ഒരു ദിവസം ഞാൻ പറഞ്ഞ കാര്യം നീ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. സിദ്ധു കാർ അവിടെ നിന്ന് മുന്നോട്ടേക്ക് എടുക്കുകയാണ്. ആ സമയത്ത് മേഘയാണെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ അടുക്കളയിൽ വന്നിട്ട് ചുറ്റിലും നോക്കുവാണ്. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, പാലുണ്ടായിരുന്നെങ്കിൽ ഒരു ചൂട് കോഫി ഉണ്ടാക്കി കുടിക്കാമായിരുന്നു. പക്ഷേ പാലില്ലല്ലോ.
ഓരോ ബോട്ടിലും തുറന്നു നോക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ആകെ വല്ലാത്ത സങ്കടവും നിരാശയും തോന്നുവാണ്. ഒന്നുമില്ല, കയ്യിലാണെങ്കിൽ 5 പൈസയും ഇല്ല. ഈ നാട്ടിലാണെങ്കിൽ എനിക്ക് ആരെ അറിയേയില്ല. ആരായിരിക്കും എനിക്ക് കുറച്ചെങ്കിലും പണം കടം തരിക? ശരി, അച്ഛനോട് വിളിച്ച് ചോദിച്ചു നോക്കാം. എന്തായാലും അച്ഛൻ തരാതിരിക്കില്ല. മേഘ വേഗം ഫോൺ എടുത്തിട്ട് ശരവണൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അയാളൊരു റോഡ് സൈഡിൽ വണ്ടിയും കൊണ്ട് നിൽക്കുമായിരുന്നു. ശരവണൻ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് മേഘയുടെ പേരാണ് കാണുന്നത്. അപ്പോൾ അയാൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു ശല്യം പോലെ ചിന്തിക്കുകയാണ്. മേഘ, ഇവളെന്തിനായിരിക്കും കോൾ ചെയ്യുന്നത്? മേഘയാണെങ്കിൽ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാൾ ഫോൺ എടുക്കാതെ ആ ഒരു ഫോണിലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അയാൾക്ക് മേഘയുടെ ഫോൺ എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.